ടീച്ചറെ 2023 നമ്മൾ സ്ത്രീ സംവരണ ബിൽ പാസ്സാക്കിയത്. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത്തവണത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ 33% സംവരണം പ്രതീക്ഷിക്കാമോ CPM-ന്റെ ഭാഗത്തു നിന്ന്? എനിക്ക് 33% എന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും മെച്ചപ്പെട്ട ഒരവസ്ഥ LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല ടീച്ചറെ, CPM ഉൾപ്പെടെ അത് ഉടൻ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ CPM-ന് ഒരു മാതൃക സൃഷ്ടിക്കാമല്ലോ. അതെ, ഇതിൽ LDF-ൽ പാർട്ടികളെല്ലാം കൂടി ഡിസ്കഷൻ നടത്തുക ചെയ്യുക. അപ്പോൾ സംവരണം ഉണ്ടായാൽ നിർബന്ധമായിട്ട് ആ സീറ്റിൽ സ്ത്രീക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടന്ന് ഓരോ മണ്ഡലത്തിലും, ഇവിടെയല്ലല്ലോ, കേന്ദ്രീകരിച്ചല്ലല്ലോ ചർച്ചകൾ നടത്തുക, അതത് ജില്ലകളിലും അതത് മണ്ഡലങ്ങളിലുമാണ്. അപ്പോൾ ഞങ്ങൾ നിർദ്ദേശം എന്തായാലും കൊടുക്കും, കൂടുതൽ സ്ത്രീകളെ മത്സര രംഗത്ത് കൊണ്ടുവരണമെന്ന്. അതിൻ്റെ ആഫ്റ്റർ എന്താണ് അതിൻ്റെ തീരുമാനമായിട്ട് വരുന്നതെന്നുള്ളത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ടീച്ചർ ആഗ്രഹിക്കുന്നില്ലേ 33% സംവരണം വേണം? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. വലിയ സമ്മർദ്ദം പുറത്ത് ഈ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനമൊക്കെ ഇതിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. നേരിട്ട് നേതാക്കന്മാരെ കാണുന്നുണ്ട്, ആ റിക്വസ്റ്റ് നടത്തുന്നുണ്ട്, സമ്മേളനങ്ങൾ ചേരുന്നുണ്ട്. അപ്പോൾ അതൊരു തീരുമാനമായി CPM പോലെ ഒരു പ്രസ്ഥാനം പോലും നടത്തുന്നില്ല എന്ന് വന്നാൽ നമുക്ക് നോക്കാം എത്രമാത്രം എന്നുള്ളത് നോക്കാം. പിന്നെ ഞങ്ങൾക്ക് പാർട്ടികളോട് ആവശ്യപ്പെടാൻ കഴിയുന്നത് എന്താ? എല്ലാ പാർട്ടികളും കഴിയാവുന്നത്ര സ്ത്രീകളെ നിർത്തണം. CPM പറയണമെങ്കിൽ CPM ആദ്യം അത് നടത്തണമല്ലോ. CPM പരിശ്രമിക്കും കൂടുതൽ നിർത്താൻ. 33% എന്തുകൊണ്ടാണ് ടീച്ചറെ ശക്തമായി 33% സംവരണം ഇത്തവണ നടപ്പാക്കണമെന്ന് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമായ ടീച്ചറിന് പോലും പറയാൻ പറ്റാത്തത്? അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ കണ്ടത് ഇത് കേവലമായിട്ടൊരു ആവേശത്തിന് പറയേണ്ട കാര്യമല്ല. CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്ന LDF-ന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കണം എന്നാണ്. ആണല്ലോ. ഒരു നിയോജക മണ്ഡലത്തിൽ, ഞങ്ങൾ എല്ലാ നിയോജക മണ്ഡലത്തിലും സ്ത്രീകൾ മോശമൊന്നുമല്ല. പക്ഷേ നിലവിലിരിക്കുന്ന ചില MLA-മാർ ചില മണ്ഡലത്തിൽ അവർ പുരുഷന്മാരാണ് UDF-ന്റെ മത്സരിക്കുന്നത്. അവിടെ സ്ത്രീ നിന്നാൽ ജയിക്കില്ല എന്നല്ല, അവിടെ നേരത്തെ മത്സരിച്ച MLA തന്നെ അവിടെയാണ് ജയിക്കാൻ സാധ്യതയെങ്കിൽ ചിലപ്പോൾ ആ MLA നിർത്തിയെന്ന് വരും. വ്യക്തിപരമായി ടീച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് സ്ത്രീകൾ കൂടുതൽ ഈ രംഗത്തേക്ക് തീരുമാനമെടുക്കുന്ന വേദികളിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടിയിലോ തെരഞ്ഞെടുപ്പുകളിലോ അത് സാധ്യമാകും. എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം LDF-ന്റെ കൂടി ചിന്തയാണ്. ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് സ്ത്രീകൾ കൂടുതൽ വരണം എന്ന് തന്നെയാണ്. പക്ഷെ പ്രായോഗികമായിട്ട് ചിലപ്പോൾ ചിലയിടത്ത് തീരുമാനിക്കുമ്പോൾ അത്രത്തോളം വരാൻ കഴിയാറില്ല. അപ്പോൾ ഇത്തവണ ഭേദപ്പെട്ട നില പ്രതീക്ഷിക്കാം. എല്ലാ തവണയും ഭേദപ്പെട്ട നിലയാണ് പ്രതീക്ഷിക്കുന്നത്.